ഏഴാം ദിവസത്തെ തിരച്ചിൽ ഏത് രീതിയിലാണ് തുടരുന്നത്? പ്രദേശത്തെ കാലാവസ്ഥ ഏത് രീതിയിൽ ഇപ്പോൾ നിൽക്കുന്നു? ഇതുവരെ ഉള്ള ഔദ്യോഗികമായ വിവരമനുസരിച്ചുള്ള മരണക്കണക്ക് അതെങ്ങനെയാണ്? നിത, നിലവിൽ ഇപ്പോൾ ഈ പ്രദേശത്ത് മഴ ഒന്നുമില്ല. ഇന്നലെ ഇന്നുമായിട്ട് പകൽ സമയങ്ങളിൽ മഴ പെയ്യാത്തത് രക്ഷാപ്രവർത്തനത്തിന് ഏറെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. സൈന്യത്തിന്റെയും രക്ഷാപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഈ വിവിധ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയിലും പുഞ്ചിരിമറ്റത്തും അതുപോലെ തന്നെ ചൂരൽമല മലയുടെ വിവിധ ഭാഗങ്ങളിലും ഊർജിതമായ തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 370 കഴിഞ്ഞിരിക്കുന്നു മരണസംഖ്യ. സർക്കാരിന്റെ കണക്കിലാണെങ്കിൽ അതിലും കുറവായിരിക്കാം. പക്ഷേ സർക്കാരിന്റെ പല കണക്കുകളിലും ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ പോലും അത് പൂർണ്ണമായുള്ള കണക്കിലേക്ക് പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഊർജിതമായ തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൈന്യത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനത്തിനായി ജനറൽ മേജർ VT മാത്യുവിന്റെ നേതൃത്വത്തിലാണ് ഉന്നതതല സൈനിക സംഘങ്ങൾ ഇപ്പോൾ ഈ മുണ്ടക്കൈയിലടുത്ത് സന്ദർശിച്ച് ഇനി ഈ തിരച്ചിൽ മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊക്കെ സംവിധാനങ്ങൾ ഇനി വേണം എന്നുള്ളത് ആലോചിച്ചു വരികയാണ്. ശക്തമായുള്ള തിരച്ചിലിനാണ് ഇനി സൈന്യവും NDRF സംസ്ഥാന സേനാംഗങ്ങളും അടക്കം ഈ പ്രദേശത്ത് ഇപ്പോൾ നടത്തുന്നത്. എത്രയും പെട്ടെന്ന് ഈ മണ്ണിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഈ മണ്ണിനുള്ളിലുള്ള ആളുകളെ ശവശരീരങ്ങൾ അടക്കം കണ്ടെത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകുക, അല്ലെങ്കിൽ ഒരു കൃത്യമായി കണക്കുകളിലേക്ക് എത്തുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഊർജിതമായുള്ള പരിശോധന ഈ മേഖലകളിൽ ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അടക്കം നമുക്ക് കാണാൻ സാധിക്കും പല മൃതദേഹങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ചൂരൽമല പ്രദേശത്ത് നിന്നാണ് മൃതദേഹങ്ങളടക്കം കണ്ടെത്തിയിരിക്കുന്നത്. നമുക്ക് അറിയുന്നതനുസരിച്ച് ഈ നദിയിൽ കൂടെ അന്ന് ഉരുൾപൊട്ടിയുണ്ടായ ആ സമയത്ത് ശക്തമായ മലവെള്ളപ്പാച്ചിലടക്കം ഉണ്ടായിരുന്നു. ഈ നദിയിൽ കൂടെ പല മൃതദേഹങ്ങളും ഒഴുകിപ്പോയതായും ആളുകൾ നമ്മളോട് ക്യാമ്പിലുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ചൂരൽമലയിലുള്ള ഒരു പ്രതീഷ് എന്ന വ്യക്തി, അയാളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്നലെ അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചു. 30ഓളം പേരെയാണ് ആ യുവാവ് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഇതിനുശേഷം അവനോട് ഈ ദുരന്തമുഖത്തേക്ക് ചെല്ലരുതെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും ഇയാൾ ജീപ്പും എടുത്ത് അല്ലെങ്കിൽ എന്റെ ഉറ്റവർ ഇത്ര ആർത്തി വിളിച്ച് കരയുമ്പോൾ എനിക്ക് നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീപ്പുമായി അങ്ങോട്ട് പോവുകയും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് വീണ്ടും ഉണ്ടായ ഉരുൾപൊട്ടലിൽ അദ്ദേഹം ഒലിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാഴ്ചക്കാർ പറഞ്ഞതനുസരിച്ച് ടോർച്ചും ഒരു കൈ ഉയർത്തിപ്പിടിച്ച് ടോർച്ച് മാത്രം വെള്ളത്തിലൂടെ ഒഴുകി പോകുന്ന ദൃശ്യമാണ് കണ്ടത്. അങ്ങനെ അവരുടെ അമ്മയും സഹോദരനടക്കം ഉള്ളു പൊട്ടി കരയുകയാണ്. ആ അമ്മ ഇന്നലെ അവരോട് സംസാരിച്ചിരുന്നു. ആ പ്രദേശത്തൊക്കെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത്രയ്ക്കും അങ്ങനെ 30ഓളം പേരുടെ ജീവൻ രക്ഷിച്ചിട്ട് സ്വന്തം ജീവൻ പോലും വകവെക്കാതെ മണ്ണിനടിയിലേക്ക് ആഴ്ന്നു പോയവരുണ്ട് നിരവധി. അങ്ങനെ വിലാപ ഭൂമിയായി മാറുകയാണ്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായി മാറുകയാണ് ഈ വയനാട് ദുരന്തം എന്ന് വേണം പറയാം. ഉറ്റവർ നഷ്ടപ്പെട്ടവർ ഒരുപാടുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവരുണ്ട്, അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടവരുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര അത്യാവശ്യമ കഥകളുടെ ഗംഭര ഭൂമിയായാണ് മേപ്പാടിയും വയനാടും മാറിയിരിക്കുന്നത്. കാരണം തന്നെയാണ് ജനത്തിന്റെ ഭാഗത്തു നിന്ന് അടക്കം ഈ കാണാതായവരുടെ മൃതദേഹമെങ്കിലും എത്രയും പെട്ടെന്ന് എത്തിച്ച് ആശ്വസിപ്പില്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ട് അവരുടെ ഉറ്റവർ എവിടെയോ ഉണ്ട്, അല്ലെങ്കിൽ ജീവനോടെ ഉണ്ടാകാം, ചിലപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ അകപ്പെട്ടിരിക്കാം എന്ന മനസ്സിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ പരമാവധി രക്ഷാപ്രവർത്തനം നടത്തുക, അല്ലെങ്കിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുക, എന്നിട്ട് ഈ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നതൊക്കെയായിരുന്നു ഇപ്പോൾ പട്ടാളത്തിന്റെ അടക്കം നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ലഭിക്കുന്ന പല മൃതദേഹങ്ങൾക്കും തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് ഏറെ വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ബന്ധുക്കൾക്ക് അടക്കം ഒക്കെ ആശങ്ക അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പുത്തുമലയിലെ ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ഭൂമിയിൽ ഈ മൃതദേഹങ്ങളൊക്കെ സംസ്കരിക്കുന്ന ഒരു കാഴ്ച ഇന്നലെ രാത്രി കാണാൻ സാധിക്കും. പുത്തുമല പ്രദേശത്തെ ആദ്യം 2 വർഷം മുൻപ് ഉരുൾപൊട്ടിയപ്പോൾ ഉണ്ടായ ആ ചതുപ്പിലാണ്, അല്ലെങ്കിൽ ആ പൊട്ടിയുണ്ടായ ആ മേഖലയിൽ തന്നെയാണ് ആ ഉറ്റവരെയും അവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. ഇന്നലെ സർവ്വമത പ്രാർത്ഥനയോടുകൂടി എല്ലാ മതസ്ഥരെയും അണിനിരത്തിക്കൊണ്ട് അവരുടെ മത നേതാക്കന്മാർ വന്ന് അവരുടെ മന്ത്രങ്ങൾ ചൊല്ലിയാണ് പലരെയും പുത്തുമലയിലേക്ക് യാത്രയാക്കിയത്. അങ്ങനെ നൊമ്പരപ്പെടുത്തുന്ന നിരവധി കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സഹായഹസ്തവുമായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്.
സ്ഥലം നൂറുകണക്കിന് സ്ഥലം വിട്ട് 100 ഏക്കറിലധികം സ്ഥലം വിട്ടു നൽകുന്നവർ അങ്ങനെയുണ്ട്. അതുകൂടാതെ ഈ ദുരന്ത ഭൂമിയിലേക്ക് വീടുകൾ സംഭാവന അല്ലെങ്കിൽ വീടുകൾ വെച്ച് നൽകാമെന്ന് പറയുന്നവർ അങ്ങനെയുമുണ്ട്. ഒക്കെ എല്ലാം കൊണ്ടും ഇവർക്ക് കൈത്താങ്ങാകുന്നുണ്ടെങ്കിലും ഇവരെ ഉറ്റവരെ നഷ്ടപ്പെട്ടത് തന്നെയാണ് ഇവർക്ക് ഏറ്റവും വിഷമകരമായ കാര്യം. നമ്മൾ എത്ര തന്നെ സ്ഥലവും വീടും ഒക്കെ നൽകിയാലും അവരുടെ ഉറ്റവരെ നഷ്ടപ്പെട്ട അത്ര ഒരു ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്ക്, അവരുടെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവർക്ക്, അമ്മയെ നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് തിരിച്ചു കിട്ടാത്ത ആ ഒരു നിധി അവർക്ക് ഒരിക്കലും ഇനി തിരിച്ചു കിട്ടില്ല. നൊമ്പര ഭൂമിയായി മാറുന്ന കാഴ്ചയാണ് വയനാട്ടിലെ പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ മേപ്പാടിയിലാണെങ്കിൽ 11 ക്യാമ്പുകളിലായി നിരവധി പേരാണ് ഇപ്പോൾ ഈ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഈ ക്യാമ്പിൽ കഴിയുന്ന ഏറെ പേരും ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ഉരുൾപൊട്ടലുണ്ടായ ദുരന്ത ഭൂമിയിൽ നിന്ന് അകപ്പെട്ടു കൊണ്ടുവന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന പലരെയും നമ്മൾക്ക് ക്യാമ്പുകളിൽ കാണാൻ സാധിക്കും. ഇവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും മാനസികമായുള്ള കൗൺസിലിംഗും അടക്കം സർക്കാർ നൽകുന്നുണ്ട്. എന്നിട്ടും ഇവരെ തിരിച്ചെടുക്കാൻ സാധിക്കാത്ത നിരവധി അമ്മമാരെ നമുക്ക് ക്യാമ്പുകളിൽ കാണാൻ സാധിക്കും. ഈ ചാലിയാർ പുഴയുടെ പല മേഖലകളിലും ഊർജിതമായുള്ള പരിശോധനയാണ് ഇന്നിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. കാരണം ഈ ഭാഗങ്ങളിൽ നിരവധി മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പല മൃതദേഹങ്ങളും ഛിന്ന ഭിന്നമായി കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങളൊക്കെ ഒരുപക്ഷെ ഹെലികോപ്റ്റർ മുഖേന കോസ്റ്റ് ഗാർഡിന്റെ അടക്കം സഹായത്തോടു കൂടി മൃതദേഹങ്ങൾ കണ്ടെത്തി എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നതൊക്കെ ആയിരിക്കും നടക്കുന്ന കാര്യം. ഇന്നലെ 18ഓളം പേർ ചാലിയാർ പുഴയുടെ ഒരു ഭാഗത്ത് കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് ഈ വനത്തിൽ കൂടെ ഈ നദിക്കരയിലൂടെ വന്നവരാണ് 18 പേരും കുടുങ്ങിപ്പോയത്. ഇവർ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു മൃതദേഹം അല്ലെങ്കിൽ ഈ മൃതദേഹത്തിന്റെ കാൽഭാഗം മാത്രമേ ഇവർക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഈ ചെടിയിൽ പൂണ്ടുപോയ അവസ്ഥ. അങ്ങനെ ഇവർ ഒക്കെ ചേർന്ന് ഈ മൃതദേഹം പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അവസാനം ഈ മൃതദേഹം രാത്രിയല്ലാണ് ഇവർക്ക് പുറത്തെടുക്കാൻ സാധിച്ചത്. പക്ഷേ അപ്പോഴത്തേക്കും കൂടിയുള്ള 4 പേർക്ക് ദേഹാസ്വസ്ഥ്യം അടക്കം ഉണ്ടായ സാഹചര്യമുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് വനത്തിൽ ഒറ്റപ്പെട്ടു പോയത്. രാത്രി ആയതുകൊണ്ട് എയർലിഫ്റ്റിംഗ് സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ വൈകിയാണ് ഇന്നലെ രാത്രി ഇത് പുലർച്ചയോടെ കൂടി തന്നെയാണ് ഇവരെ കാന്തൻപാറ ഫോറസ്റ്റ് ഡിവിഷനിലെ ഹെഡ് പോസ്റ്റിലേക്ക് മാറ്റിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കയ്യും നെയ്യും മറന്ന് അല്ലെങ്കിൽ ഈ ദുരന്ത ഭൂമിയിൽ സ്വന്തം ജീവൻ പോലും മറന്ന് പ്രവർത്തിക്കുന്ന നിരവധി പേരെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. പുത്തുമലയിലെ സംഭവം ഇത് തന്നെയാണ്. പുത്തുമലയിലെ കാരിച്ചൽ മലയാള ലിമിറ്റഡിന്റെ ആ ഭൂമിയിൽ നിരവധി മൃതദേഹങ്ങൾ ഇനിയും സംസ്കരിക്കാനുണ്ട്. കാരണം ഇപ്പോൾ ലഭിക്കുന്ന മൃതദേഹങ്ങൾ അധികം ശരീര അവശിഷ്ടങ്ങളാണ്. അത് രാവിലെ മുതൽ 6 മണി മുതൽ തന്നെ ഈ തിരച്ചിൽ ഇന്നത്തെ ആരംഭിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുവരെ ഉള്ള ഈ തിരച്ചിലിൽ മൃതദേഹങ്ങൾ ഏതെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? ഇന്നത്തെ ഈ തിരച്ചിൽ ഏതു മേഖലയാണ് പ്രത്യേകമായും കേന്ദ്രീകരിച്ചിട്ടുള്ളത്? ഒപ്പം തന്നെ ബേർലി പാലം വഴിയുള്ള രക്ഷാപ്രവർത്തകർ അതിൻ്റെ എണ്ണം കുറച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തകളും വന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമാണ് അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെ? ഈ പ്രദേശങ്ങളിലടക്കം ഈ സന്നദ്ധ പ്രവർത്തകരല്ലാത്ത ചില പേരൊക്കെ ഈ മുണ്ടക്കൈ മേഖലകളിലേക്ക് ഈ പാലക്കടന്ന് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഭാഗങ്ങളിലൊക്കെ മോഷ്ടാക്കളുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു. പല വീടുകളിലും സ്വർണവും ആഭരണങ്ങളും പണവും അടക്കം നഷ്ടപ്പെടുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ മേഖലയിൽ നിന്ന് സർവ്വതും നഷ്ടപ്പെട്ട് പലരും ക്യാമ്പിൽ കഴിയുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വീടുകളൊക്കെ അടച്ചിട്ട് അല്ലെങ്കിൽ ഈ തകർന്ന വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ മോഷ്ടാക്കളുടെ ശല്യം ഇതിനിടയ്ക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായുള്ള നിർദ്ദേശമനുസരിച്ച് ഈ വേലിപ്പാലം മുഖേന 1500 പേർക്ക് മാത്രമാണ് ഒരു ദിവസം രക്ഷാപ്രവർത്തനത്തിനായി അങ്ങോട്ട് പോകാവുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നവർ കൃത്യമായി പേര്, വയസ്സ്, സ്ഥലം ഒക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ സംഘങ്ങളായി തിരിച്ച് മാത്രമേ അങ്ങോട്ട് ഒറ്റയ്ക്കായി ആരും ഈ ദുരന്ത ഭൂമിയുടെ മറുകരയിലേക്കും മുണ്ടക്കൈ മേഖലയിലേക്കും പുഞ്ചിരിമട്ടം ഭാഗത്തേക്കും പറഞ്ഞു വിടുന്നില്ല. കൃത്യമായി ഓരോ സംഘങ്ങളായി ചേർന്ന് അവർ ഒരുമിച്ച് സംഘം ചേർന്ന് തന്നെ ഈ ദൗത്യത്തിൽ പങ്കാളികളാണോ എന്നുള്ള ഈ നിർദ്ദേശങ്ങളൊക്കെ നൽകിയാണ് ഐ ഡി കാർഡ് അടക്കം നൽകിയാണ് ഇവരെ അക്കരേക്ക് കടത്തിവിടുന്നത്. കാരണം ഉച്ചവരെ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരുടെ തകർന്ന വീടുകളുണ്ട്. വീടുകളിൽ അവശിഷ്ടങ്ങൾ മാത്രമായി കിടക്കുന്നവരുണ്ട്. അപ്പോൾ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെയുണ്ട്. പിന്നെ അങ്ങനെ നിരവധി കാഴ്ചകളാണുള്ളത്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ ഇതൊക്കെ മുതലെടുത്ത ചില മോഷ്ടാ സംഘങ്ങൾ അല്ലെങ്കിൽ കള്ളന്മാരൊക്കെ ഈ പ്രദേശങ്ങളിൽ തമ്പടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് കടന്നു ചെന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം അടക്കം
രാത്രിയിലും പെട്രോളിംഗ് അടക്കം പോലീസ് അടക്കം ഏർപ്പെടുത്തുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ഇതൊക്കെ കണക്കിലെടുത്താണ് നിലവിൽ 1500 പേരെ മാത്രം ഒരു ദിവസം കടത്തിവിടുന്നത്. അത് തന്നെ കൃത്യമായുള്ള കണക്ക് പ്രകാരം അവരുടെ പേര്, അഡ്രസ്സ്, സ്ഥലം ഒക്കെ കൃത്യമായുള്ള സംഘങ്ങൾ രൂപീകരിച്ച് ആണ് അക്കരയ്ക്ക് ഇപ്പോൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായുള്ള മാർഗനിർദ്ദേശം സൈന്യമാണ് ഇവർക്ക് നേതൃത്വം നൽകുന്നത്. കൃത്യമായുള്ള മാർഗനിർദ്ദേശവും ഇവർക്ക് നൽകുന്നുണ്ട്. പക്ഷെ മേപ്പാടിയിൽ നിന്ന് ചൂരൽമല ഭാഗത്തേക്ക് ഈ കാഴ്ചകൾ കാണാനായി നിരവധി പേർ ഇപ്പോഴും ചെല്ലുന്നുണ്ട്. ഇത് തന്നെയാണ് വെല്ലുവിളി. കാരണം ഇടുങ്ങിയ റോഡാണ് ഈ മേപ്പാടിയിൽ നിന്ന് ചൂരൽമല ഭാഗത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആംബുലൻസിനും മറ്റു സൈനിക വാഹനങ്ങൾക്കും പോലീസ് വാഹനങ്ങൾക്കും ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചൂരൽമലയുടെ ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് തടയുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.